ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവരും രാവിലത്തെ പരിപാടിയുടെ തിരക്കിലായിരിക്കും അല്ലേ? ഞാനും അതുപോലെയാണ്. രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഇന്നും നൂലുപുട്ട് തന്നെയാണ്. മിക്ക ദിവസങ്ങളിലും നൂലുപുട്ടായിരിക്കും. അപ്പോൾ എനിക്ക് അതാണ് ഒന്നുകൂടെ സിമ്പിളായിട്ട് തോന്നുന്നത്. പക്ഷേ എല്ലാവർക്കും പാടാണ് ഇത്. ഞാൻ കൂടുതലും സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് നൂലുപുട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പിന്നെ കറിയുള്ള ടൈമിലൊക്കെ ആണെങ്കിൽ, അതായത് ബീഫോ ചിക്കനോ ഫിഷോ അങ്ങനെ എന്തെങ്കിലും കറി നേരത്തെ വെച്ചതാണെങ്കിൽ രാവിലെ നൂൽപുട്ട് ഞാൻ ഉറപ്പായും ഉണ്ടാക്കണ്ട. കാരണം കറി എണീറ്റ് രാവിലെ വെക്കണ്ടല്ലോ, നൂൽപുട്ട് മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇന്നും ബീഫ് കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ അതിന് വെള്ളം തിളപ്പിച്ച് പിന്നെ അത് വേവിക്കാനുള്ള വെള്ളവും കൂടി ഞാൻ ഒപ്പം വെച്ചിട്ടുണ്ട്. മാവ് വാട്ടിയെടുത്ത് ഇനി നമ്മൾ ഇത് പീച്ചാനായിട്ട് അതിലോട്ട് നിറച്ചെടുക്കുകയാണ് കേട്ടോ. പീച്ച മീൻസ് ഇങ്ങനെ നമ്മൾ കറക്കി എടുക്കണതിനെയാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയണത്. അപ്പോൾ അത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഞാനത് പീച്ചെടുക്കും, അല്ലെങ്കിൽ അത് നല്ല ടൈറ്റായി പോകും. എന്നിട്ടിങ്ങനെ ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ ചൂടോടെ ആകുമ്പോൾ സിമ്പിളായിട്ട് തന്നെ കറക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ മാവ് വാട്ടുമ്പോൾ എപ്പോഴും കുറച്ച് ലൂസായിട്ട് വാട്ടി വെക്കുവാണെങ്കിൽ, അതായത് വെള്ളം ചേർത്ത് ഇളക്കി എടുക്കുവാണെങ്കിൽ ഒന്നുകൂടെ ഇങ്ങനെ നൂലുപുട്ടാക്കി എടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ ആദ്യത്തെ തട്ട് റെഡി ആയിട്ടാണ്. അപ്പോൾ രണ്ടാമത്തെയും കൂടി അത് വേകുമ്പോഴത്തേക്കും ആക്കി എടുക്കുന്നതാണ്, പീച്ചി എടുക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റിലെ തട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതെന്നാന്ന് വെച്ചാൽ ഞാനിത് നേരത്തെ പറഞ്ഞായിരുന്നു, വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാവാണ് കേട്ടോ. നമ്മൾ തന്നെ പൊടിച്ച് വറുത്തെടുത്ത മാവാണ്. അതാണ് കളറ് കുറച്ച് ഡിമ്മായിട്ടിരിക്കുന്നത്. പക്ഷേ സോഫ്റ്റ്നെസ്സിനൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അടിപൊളിയായിരിക്കും. നല്ല മണമൊക്കെ ഉണ്ടാവും, വറുത്ത മാവിൻ്റെ ഒരു മണമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഫസ്റ്റത്തെ ഇവിടെ ആയി വന്നു കേട്ടോ. രണ്ടാമത്തെയായി, മൂന്നാമത്തെയായി. ഇനിയിപ്പോൾ അവർ വരും, ഇനി അവർക്കത് കഴിക്കാൻ കൊടുക്കണം. അതിനുള്ള ചായ റെഡി ആയിട്ടുണ്ട്. അത് കഴിക്കാനൊക്കെ കൊടുത്ത് ചോറും ആക്കിയിട്ട് ഞാനിവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.